സുഹൃത്തിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ സത്യത്തിൽ പരാജയപ്പെട്ട ഒരു മേഖലയാണ് നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുക എന്നുള്ളത്. സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, എണ്ണിയാൽ വളരെ പ്രയാസമാണ് എണ്ണിത്തീർക്കാൻ, ഓർമ്മിച്ചെടുക്കാനുമല്ല. ഇത്തരത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അത് സുഹൃത്തുക്കളാണ്. അതേ സ്ഥാനത്ത് നല്ല സുഹൃത്തുക്കൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഒരുപാട് കാലമായി അന്വേഷിക്കുന്ന ഒരാളാണ് നല്ലൊരു സുഹൃത്ത്. കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കാരണം, ഒന്ന്, കണ്ടത് വളരെ കുറവാണ്. കുറഞ്ഞതിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സുഹൃത്തായി നമ്മോടൊപ്പം ഉണ്ടാകണം എന്ന് ആ ഒരു സുഹൃത്ത് കൂടി കരുതിയാലല്ലേ നല്ല സുഹൃത്തുക്കളായി മാറും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് നല്ല സുഹൃത്തിനെ കിട്ടുന്നതിൽ നിന്ന് കിട്ടാതെ പോയ കാരണങ്ങൾ. അതുകൊണ്ട് നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരിക്കൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മോടൊപ്പം, നമ്മൾ പറയുന്നതിനോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ നന്മയോടുകൂടി ചിന്തിക്കുന്ന നല്ലൊരു സുഹൃത്ത്. ആ ഒരു സുഹൃത്ത് ഉള്ള ആളുകൾ ജീവിതത്തിൽ വലിയൊരു നേട്ടം കൈവരിച്ചതാണ്. പലരും പല നിലക്ക് സമ്പത്തുള്ളവരുണ്ടാകും, സമൂഹത്തിൽ സ്ഥാനമുള്ളവരുണ്ടാകും, പലതുമുണ്ടാകും. അവർക്ക് ഒരുപാട് സുഹൃത്തുക്കളും പല കാര്യങ്ങളും, ഇടപാടുകളും, സ്നേഹങ്ങളും, സമ്മാനങ്ങളും, സൗകര്യങ്ങളും പലതും ഉണ്ടാകും. അതേ സ്ഥാനത്ത് നല്ലൊരു സുഹൃത്ത് ഉണ്ടോ എന്ന് സത്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രയാസമാണ്. നല്ലൊരു സുഹൃത്തിനെ കിട്ടലാണ് നല്ലൊരു ജീവിതത്തിൻ്റെ ഒരു വിജയം, ഒരു ആസ്വാദനം എന്നൊക്കെ പറയാം. ചില ആളുകൾ തെറ്റിദ്ധരിക്കും, ഗേൾ ഫ്രണ്ടാണ്, ബോയ് ഫ്രണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. അതിനർത്ഥം നല്ലൊരു സുഹൃത്ത്, പറയാനും കേൾക്കാനും കരയാനും ചിരിക്കാനും ദേഷ്യം പിടിക്കാനും നന്നാവാനും എല്ലാം പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സുഹൃത്ത്. അങ്ങനെ ഒരു സുഹൃത്ത് അത് ഓരോ ആളുകൾക്ക് ഉണ്ടായിരിക്കുക വളരെ പ്രയാസമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ആളുകളെ, എല്ലാവരെയും പ്രതീക്ഷിക്കാത്ത നിലക്കുള്ള ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ വെക്കുന്നത് കൊണ്ടാണ് ആളുകളിലുള്ള നന്മകൾ നമുക്കറിയാതെ പോയത്. നമ്മൾ ഒരു പക്ഷേ കരുതും, അവനാവും അങ്ങനെയാണ്, അല്ലെ അവൾ അങ്ങനെയാണ്, അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഓരോ
എന്നുള്ളതാണ് എൻ്റെ നിർബന്ധം. പക്ഷേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടാക്കുന്ന ആളുകളോട് തിരിച്ച് ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടി പലതും പറയേണ്ടേ പലതും ചെയ്യേണ്ടതൊക്കെ വന്നു പോകുന്നത് വലിയ പ്രയാസമുള്ളതാണ്. കാരണം ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിർബന്ധം ആണ് എൻ്റെ ജീവിതത്തിൻ്റെ എനിക്കുണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി. എന്ത് കാരണമാണെങ്കിലും ഒരാളും ഒരു സെക്കൻഡ് സമയം പോലും ഞാൻ കാരണം വേസ്റ്റായി പോകുന്നതോ നഷ്ടപ്പെടുന്നതോ എന്നെ കാത്തു നിൽക്കേണ്ട വരുന്നതോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാരണം ഒരാളുടെ ജീവിതത്തിൽ വിഷമം ഉണ്ടാകുന്ന കാലത്ത് അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് വലിയൊരു നിർബന്ധമായി ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയായി ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ലോകത്തിലുള്ള നന്മകളെ അറിയുക എന്നുള്ളതാണ്. എന്തൊക്കെ നന്മകളാണ് ലോകത്തുള്ളത്, എല്ലാ നന്മകളെയും അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക. നന്മയിൽ നിറഞ്ഞൊഴുകുന്ന നല്ലൊരു ജീവിതം, അതാണ് എൻ്റെ മറ്റൊരാഗ്രഹം. നമ്മുടെ വാക്കുകൾ ഇങ്ങനെ അതിരുകളില്ലാതെ ഒഴുകി